ഇപ്പൊ ഈ ലൂസിഫറിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറും രണ്ടും പ്രിയദർശൻ രാമദാസ് ആണെങ്കിലും ഇവിടെ കുറച്ചുകൂടി ഒരു കരുത്താർജിച്ച ഒരു വുമൺ എന്നുള്ള ഒരു ഫീല് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി എന്തെങ്കിലും ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തുകയോ അല്ലെങ്കിൽ നടത്തത്തിലോ നോട്ടത്തിലോ അങ്ങനെ ഇതിന് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിൻ്റെ കഥയുടെ ഒരു ഇത്രയും വർഷത്തിനുള്ളിൽ എനിക്ക് മറ്റേ ഫ്ലാഷ് ബാക്കിലേക്ക് ഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഇത്രയും വർഷത്തെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോഗ്രസ് എങ്ങനെയാണോ അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ കഥാപാത്രത്തിനുള്ളത്. അപ്പം അങ്ങനെ ഒരു പ്രിപ്പറേഷൻ വേണ്ട അത്രയും വലിയ മാറ്റമൊന്നും കഥാപാത്രത്തിനില്ല. പ്രിയദർശിനിയുടെ അതേ ട്രാക്കിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. പിന്നെ ഇതിന് ഈ കഥാപാത്രത്തിന് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ വരുന്ന സീനുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മളും മാനസികമായിട്ടും നീങ്ങുമല്ലോ. ചേച്ചിയുടെ രണ്ടാം വരവിൽ വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. മിക്സഡ് റെസ്പോൺസ് വരുന്ന സിനിമകൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഈ ലാസ്റ്റ് ചെയ്ത് 2-3 അങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു വലിയൊരു മറുപടി എന്നോണമാണ് ഇപ്പോൾ ലൂസിഫറും എമ്പുരാനും ഒക്കെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു മിക്സഡ് റെസ്പോൺസ് വന്ന സിനിമയും വലിയ അഭിപ്രായം കിട്ടുന്ന സിനിമയും തമ്മിലുള്ള ഒരു ബാലൻസിങ് എങ്ങനെയാണ്? ഇത് മനസ്സിലുള്ള ഒരു ഇതെങ്ങനെയാണ് അവസ്ഥ? ഒന്നിൻ്റെ മറുപടി ഒന്നുമല്ല. അത് എല്ലാ സിനിമകളും നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് എല്ലാവരും സിനിമ ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് വർക്കായില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് കഴിയുന്നതും അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കും. നമ്മൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അങ്ങനെ നോക്കും. അല്ലാതെ ഇതിന് മറുപടി മറ്റത് വരും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. എല്ലാ സിനിമകളും ഏറ്റവും ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓടുകയോ അല്ലാത്തതോ ഒന്നും എൻ്റെ മനസ്സിൽ അതിനൊരു ഏറ്റക്കുറച്ചിൽ പക്ഷപാതമൊന്നുമില്ല. എല്ലാ സിനിമകളും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. അതെ. ഇനി മുന്നോട്ട് വരുന്ന കമ്മിറ്റ്മെന്റ്സ് ഏതാണ് ചേച്ചി? തമിഴിലാണോ മലയാളത്തിലാണോ? തമിഴിലൊരു സിനിമ ഇപ്പോൾ റിലീസിന് തയ്യാറായിട്ടിരിക്കുകയാണ്. റിലീസിൻ്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. മലയാളത്തിൽ ഇപ്പോൾ അടുത്ത ഷൂട്ടിംഗ് ഏതാണ് തുടങ്ങേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും പറയാൻ നിവർത്തിയില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള കഥകൾ കുറച്ചിങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ചേച്ചി നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്കൊരു സംവിധായിക എന്നൊരു ഇതിൽ കാണാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു. കാരണം അത് വലിയ ഉത്തരവാദിത്വവും വലിയ എന്താ പറയണ്ട ക്ലാരിറ്റി ഓഫ് തോട്ടും വേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പം ഞാൻ തന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. സംവിധായകൻ അല്ലെങ്കിൽ സംവിധായിക എന്ത് പറയുന്നു അതിനനുസരിച്ച് നീങ്ങാനേ എനിക്കറിയൂ. അതിന് അപ്പുറത്തേക്ക് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു സംവിധായകനാവണമെങ്കിൽ എന്ത് വേണം എന്ന് കൃത്യമായിട്ടൊരു ധാരണ വേണ്ടേ? ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക്കലി വരില്ല, പഠിക്കില്ല. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ആവാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രത്യേകം തന്നെ ഒരു സ്കിൽ സെറ്റ് വേണം.